പ്രഗ്നൻറ്റ് ലേഡീസ് ആൻറ്റിനേറ്റൽ ചെക്കപ്സിന് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പോകണം. അതിന് പോകേണ്ട ഒരു ടൈമുണ്ട്. ആ ടൈമിൽ മസ്റ്റായിട്ട് നമ്മൾ പോകണം. അതായത് 12, 20, 28, 36 ഈ വീക്സിലൊക്കെ മസ്റ്റായിട്ട് പോയിരിക്കണം. ആ ടൈമിങ്ങിൽ തന്നെ പോകണം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 5th മന്തിലൊക്കെയാണ് അനോമലി സ്കാൻ ചെയ്യുക. അപ്പം ആ സമയത്ത് തന്നെ അത് കറക്റ്റായിട്ട് പോയാലേ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയങ്ങളിൽ നിങ്ങൾ തീർച്ചയായിട്ടും പോകണം. പിന്നെ പോകുമ്പം അപ്പോയിൻമെൻ്റ് എടുത്ത് ഇൻസ്ട്രക്ഷൻസൊക്കെ പാലിച്ച് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു പരിധി വരെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മൈ ഏരിയ. ഞാൻ ഡോക്ടർ മേധ ആൻ്റണി. അപ്പോൾ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എല്ലാവർക്കും അറിയാം, ഓരോ ദിവസം വരുംതോറും അത് സിറ്റുവേഷൻ ഡേഞ്ചർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് പ്രഗ്നൻറ്റ് ലേഡീസ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെ കുറിച്ചിട്ടും പിന്നെ ആൻറ്റിനേറ്റൽ വിസിറ്റ്സ് ഉണ്ടാവുമല്ലോ അതിനെക്കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കൂടുതൽ കെയർ കൊടുക്കുന്ന ഒരു ടൈമാണ്. അത് നമ്മൾ പറയാതെ തന്നെ നമുക്ക് അതറിയാം, നമ്മളത് ചെയ്യും. അപ്പം ഈ ഒരു കൊറോണ ടൈമിൽ നമ്മൾ പ്രത്യേകിച്ച് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാഗ്യവശാൽ കൊറോണ പോസിറ്റീവ് ആയിട്ടുള്ളൊരു മദറിൽ നിന്ന് കുഞ്ഞിന് ഗർഭാവസ്ഥയിൽ 90% കൊറോണ പോസിറ്റീവ് ആവാനുള്ള ചാൻസ് കുറവാണെന്നാണ് ഇപ്പോഴുള്ള സ്റ്റഡീസൊക്കെ തെളിയിക്കുന്നത്. നിങ്ങളുടെ എല്ലാവരുടെയും പിന്നത്തെ ഡൗട്ട് എന്ന് പറയുന്നത് കൊറോണ സിംറ്റംസ് പ്രഗ്നൻറ്റ് ലേഡീസിലും എങ്ങനെയാണ് വരിക എന്നുള്ളതാണ്. സെയിം ആണോ എങ്ങനെയാണെന്നാണ് അടുത്ത ഡൗട്ട്. അപ്പോൾ അത് നമുക്ക് പ്രത്യേകിച്ച് വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഞാൻ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ കൊറോണയുടെ സിംറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് നോക്കുക. ആ ഒരു സെയിം സിംറ്റംസ് ഒക്കെ തന്നെയായിരിക്കും പ്രഗ്നൻറ്റ് ലേഡീസിലും വരെ, വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്ലസ് ആയിട്ട് പറയേണ്ടത്, കൊറോണ പേഷ്യൻസ് പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരിൽ മൈൽഡ് ആയിട്ടുള്ള സിംറ്റംസ് ആണ് കൂടുതലും കാണുന്നത്. അതൊരു സിവിയർ ആയിട്ടുള്ളൊരു സ്റ്റേജിലോട്ട് പോകുന്നില്ല എന്നാണ് സ്റ്റഡീസിലൊക്കെ കാണുന്നത്. നമ്മൾ ഈ സ്റ്റഡീസ് എന്ന് പറയുമ്പം അതൊരു 6 months, ഈ റീസെൻ്റ് ആയിട്ടുള്ള 6 months പ്രഗ്നൻ്റ് ആയിട്ടുള്ളവരിൽ വെച്ച് നടത്തിയ സ്റ്റഡീസാണ്. ചൈനയിലും അതുപോലെ അമേരിക്കയിലൊക്കെ വെച്ച് നടത്തിയ സ്റ്റഡീസ് വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. നെക്സ്റ്റ്, പ്രഗ്നൻറ്റ് ലേഡീസിന് വരുന്ന എമർജൻസി സിറ്റുവേഷൻസ് ആണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം ബ്ലീഡിങ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, അതായത് പ്രഗ്നൻസി ടൈമിൽ ആ ഒരു പീരീഡിൽ നിങ്ങൾക്ക് കുറച്ച് ഡിസ്കളറേഷൻസും സ്പോട്ട്സൊക്കെ ഉണ്ടാവും, ബ്ലൂയിഷ് ഡിസ്കളറേഷൻ, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടാവും. അതൊഴിച്ച് ബാക്കി വരുന്ന ബ്ലീഡിങ് ഒക്കെ നമ്മൾ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമുണ്ട്, ബാക്കി എന്തെങ്കിലും ബ്ലീഡിങ് വന്നു കഴിഞ്ഞാൽ. അതുപോലെ തന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫീറ്റൽ മൂവ്മെൻറ്റ്സ് ആണ്. അതായത് ബേബിയുടെ മൂവ്മെൻറ്റ്സ് കറക്റ്റ് ടൈമിങ്ങിൽ ആ ഒരു ഇൻ്റർവെല്ലിൽ തന്നെ ഉണ്ടാവും. അതിനെന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മൂവ്മെൻറ്റ്സ് കറക്റ്റ് അല്ല, 1 day ആയിട്ട് മൂവ്മെൻറ്റ്സ് ഒന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. പിന്നെ വേറൊരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ലീക്കേജ് ആണ്. എന്തെങ്കിലും ലീക്കേജ്, ഫ്ലൂയിഡ് ലീക്കേജ് നിങ്ങൾക്ക് ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകണം. ഇനി പ്രഗ്നൻറ്റ് ലേഡീസ് നമ്മൾ ഈ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ ഡയറ്റിൻ്റെ കാര്യമാണ്. ഡയറ്റിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് നന്നായി കഴിക്കുക. നമുക്ക് മാത്രമല്ല, നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു കുഞ്ഞിനു കൂടെ ഉള്ളത് നമ്മൾ കഴിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ മാക്സിമം ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, പിന്നെ നല്ല ഫ്രൂട്ട്സ് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മുടെ നേന്ത്രപ്പഴമൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കഴിക്കുക. വെയിറ്റ് കൂടാനും കുഞ്ഞിന് വെയിറ്റ് കൂടാനൊക്കെ നല്ലതാണ്. അപ്പോൾ അത് നന്നായി കഴിക്കുക. അതുപോലെ തന്നെ ഡയറ്റിൻ്റെ കാര്യം പറയുമ്പം എല്ലാ ദിവസവും മിൽക്കും അതുപോലെ തന്നെ ബോയിൽഡ് എഗ്ഗും ചേർക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ കുഞ്ഞിനും അതുപോലെ തന്നെ അമ്മയ്ക്കും ഒരുപോലെ ബെനിഫിറ്റ്സ് കിട്ടുന്ന ഒരു കാര്യമാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. ഇനി അടുത്ത കാര്യമാണ് സ്ട്രെസ്സ് പരമാവധി കുറയ്ക്കുക. നമ്മൾ കൊറോണയോ അല്ലെങ്കിൽ എന്തൊക്കെ സ്ട്രെസ് ഉണ്ടോ അതിനെക്കുറിച്ച് ആലോചിച്ചിരുന്ന് നമ്മുടെ ഒരു BP കൂട്ടരുത്. കാരണം നമുക്കറിയാം, നമുക്ക് മാത്രമല്ല നമ്മുടെ ബേബിയും കൂടി നോക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ചീത്ത കാര്യങ്ങൾ ആലോചിച്ച് അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആലോചിച്ച് സമയം കളയുന്നതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങളുടെ ചെറിയ ഇഷ്ടങ്ങൾ അത് ചെയ്യാൻ നോക്കുക. ഗാർഡനിങ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യാൻ നോക്കുക മാക്സിമം. അങ്ങനെ സ്ട്രെസ്സ് മാക്സിമം കുറയ്ക്കാനായിട്ട് നോക്കുക.
പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ട്രാവലാണ്. മാക്സിമം ട്രാവൽ ഒഴിവാക്കുക. പിന്നെ നമ്മൾ ആൻറ്റിനേറ്റൽ ചെക്കപ്പിന് ഞാൻ പറഞ്ഞല്ലോ ആ ഒരു ടൈമിങ്ങിൽ കറക്റ്റായിട്ട് പോകണം. അത് നമ്മൾ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്ത് കറക്റ്റ് ടൈമിങ്ങിൽ പോയി തിരിച്ചു വരിക. അതാണ് ഏറ്റവും ബെസ്റ്റ് വേ എന്ന് പറയുന്നത്. ഈ സമയത്ത് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗ്ഗമാണ് അത്. അപ്പം 12th അതുപോലെ തന്നെ 20, 28, 34 ഈ വീക്സിലൊക്കെ നമ്മൾ കറക്റ്റായിട്ട് പോകണം. പിന്നെ ബാക്കിയുള്ള സമയത്ത് പറ്റുമെങ്കിൽ നിങ്ങൾ ടെലി കൺസൾട്ടേഷൻ യൂസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ഡോക്ടറെ അടുത്ത് കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മെഡിസിൻസൊക്കെ നമുക്ക് വാങ്ങിക്കുകയും ചെയ്യാം. അത് മെഡിക്കൽ ഷോപ്പിൽ നിന്നായാലും. ഇപ്പം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേഷൻസ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞാൽ വിറ്റമിൻ ടാബ്ലറ്റ്സ് ഒക്കെ ആയിരിക്കും. അത് നമുക്ക് കോമൺ ആയിട്ട് മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും കിട്ടും. അപ്പം നിങ്ങൾ പോവാതെ വേറെ ആരെങ്കിലും കൊണ്ടും അത് വാങ്ങിപ്പിക്കുക. എന്നിട്ടും അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, തരുന്ന ഇൻസ്ട്രക്ഷൻസൊക്കെ കറക്റ്റായിട്ട് പാലിക്കുക എന്നുള്ളത് മറക്കരുത്. അതുപോലെ തന്നെ മാസ്ക് യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെപ്പോഴും ഒന്നുകിൽ N95 പോലുള്ള നല്ല കമ്പനീസിൻ്റെ നല്ല മാസ്ക് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ സർജിക്കൽ മാസ്ക് യൂസ് ചെയ്യുക. ഒരിക്കലും DIY അല്ലെങ്കിൽ ചുമ്മാ ക്ലോത്തിൻ്റെ മാസ്ക് നമ്മൾ യൂസ് ചെയ്തിട്ട് അതിന് നമുക്ക് അറിയില്ല. കുറേ ആൾക്കാർ അങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ബാക്കിലുള്ള സത്യം എന്താണെന്ന് പകുതി ആൾക്കാർക്കും അറിയില്ല. അപ്പം മാക്സിമം വൈറസ് പ്രൊട്ടക്ഷൻ ആയിട്ടുള്ള മാസ്ക് വേണം നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. വേറൊരു കാര്യം ഓർക്കുക, മാസ്ക് ധരിച്ചാലും സോഷ്യൽ ഡിസ്റ്റൻസിങ് അത് മെയിൻറ്റെയിൻ ചെയ്തേ പറ്റുള്ളൂ. എന്നാലാണ് നമുക്ക് കറക്റ്റ് വേയിൽ നമുക്ക് കറക്റ്റായിട്ട് എല്ലാ കാര്യങ്ങളും സ്ട്രെസ് ഇല്ലാതെ നോർമലായിട്ട് ഡെലിവറി വരെ ഒരു പ്രശ്നമില്ലാതെ നമുക്ക് പോകണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും നമ്മൾ നോക്കണം. അതുപോലെ തന്നെ പ്രഗ്നൻസി സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ് ചെറിയ ചെറിയ എക്സസൈസുകൾ. അത് നിങ്ങൾക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. പ്രഗ്നൻസി ടൈമിൽ ചെയ്യേണ്ട എക്സസൈസുകൾ, അതുപോലൊക്കെ ചെറിയ ചെറിയ ബ്രീത്തിങ് എക്സസൈസൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. എൻ്റെ വീഡിയോസിൽ ഞാൻ മുന്നേ ബ്രീത്തിങ് എക്സസൈസൊക്കെ പറയുന്നുണ്ട്. പേഴ്സ്ഡ് ലിപ്പ്, അങ്ങനെ കുറച്ച് എക്സസൈസുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫസ്റ്റ് 3 months നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ടൈമാണ്. ആ സമയത്ത് ഏത് ഫീവർ വന്നാലും നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. കൊറോണ എന്നല്ല, ഏത് വൈറൽ ഇൻഫെക്ഷൻ, ഏത് ഫീവർ വന്നാലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ഡോക്ടറെ അടുത്ത് പോകുക തന്നെ വേണം. ചിലപ്പം ചില കണ്ടീഷൻസിൽ, ഇപ്പോൾ ചിക്കൻ ബോക്സ് വന്നാൽ കൂടി നമ്മൾ ഡോക്ടറെ അടുത്ത് പോകണം. അപ്പം ചില കണ്ടീഷൻസിൽ ഫീവർ കൂടുതലായി കഴിഞ്ഞാൽ അത് ബേബീനെ എഫക്റ്റ് ചെയ്യും. IUGR ആയിട്ട് വരാം. അങ്ങനെ കുറച്ച് പ്രോബ്ലംസ്, കുറച്ച് കോംപ്ലിക്കേഷൻസ് ബേബിക്ക് എഫക്റ്റ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ IUGR എന്ന് കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട. ഇൻട്രാ യൂട്രൈൻ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ്. അത് ചെറിയ തരത്തിൽ പല ടൈപ്സും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ പിന്നീട് ഞാൻ അടുത്ത പിന്നെ ഒരു വീഡിയോ ചെയ്യാൻ നോക്കാം. അപ്പം നിങ്ങൾ ഏത് ഫീവർ ആണെങ്കിലും ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഫസ്റ്റ് 3 months, എല്ലാ മന്ത്സും ശ്രദ്ധിക്കണം. എങ്കിൽ കൂടി ഫസ്റ്റ് 3 months ആണെങ്കിൽ അബോർഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പം മാക്സിമം ഫീവർ ഏത് വന്നാലും നിങ്ങൾ ഹോസ്പിറ്റലിൽ പോവുക, അല്ലെങ്കിൽ ആദ്യം ടെലി കൺസൾട്ടേഷൻ എടുത്തതിന് ശേഷം ഡോക്ടർ എന്താ പറയുന്നത് നോക്കിയിട്ട് അതിൻ്റെ അനുസരിച്ച് ചെയ്യുക. ഇനി അടുത്ത ഡൗട്ട് വരാൻ ചാൻസ് ഉള്ളത് നമ്മൾ ഫീഡിങ് മദേഴ്സ്, ലാക്ടേറ്റിംഗ് മദേഴ്സിന് ഇപ്പം പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ, കൊറോണ പോസിറ്റീവ് ആയിക്കഴിഞ്ഞാൽ അത് ബേബീസിലേക്ക് വരുമോ എന്നുള്ളതാണ്. അത് നിങ്ങൾ കറക്റ്റായിട്ട് ആ ഇൻസ്ട്രക്ഷൻസ് പാലിച്ച് ഒരിക്കലും ബേബീസിൽ വരില്ല. മാക്സിമം നിങ്ങൾ ഫീഡ് ചെയ്യുന്ന സമയത്ത് മാത്രം ബേബീനെ അടുത്ത് കൊണ്ടുവരിക. അല്ലാത്ത ടൈമിൽ ബൈസ്റ്റാൻഡ് വേറെ വീട്ടിലുള്ള ആർക്കെങ്കിലും ബേബീസിന് കൊടുക്കുക. അതുപോലെ തന്നെ ഫീഡ് ചെയ്യുമ്പോൾ മാസ്ക് യൂസ് ചെയ്യുക, അങ്ങനെ ഗ്ലൗസ് യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു ഇൻസ്ട്രക്ഷൻസ് പാലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബേബീസിനെയും, ഇപ്പം പോസിറ്റീവായിട്ടുള്ള മദർ ആണെങ്കിൽ കൂടി ബേബീസിനെ നമുക്ക് പോസിറ്റീവ് ആവാതെ നോക്കാനായിട്ട് പറ്റും. അനോമലി സ്കാന് നമ്മൾ കറക്റ്റ് സമയത്ത് എടുക്കണം എന്ന് പറയുന്നത് ബേബിയുടെ ഹാർട്ട് ബീറ്റും അതുപോലെ ബേബിയുടെ എല്ലാ ഇൻറ്റേർണൽ ഓർഗൻസും നമുക്ക് അറിയാൻ പറ്റുന്ന ഒരു സ്കാനാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടൈമിൽ കറക്റ്റായിട്ട് തന്നെ ചെയ്താലാണ്, സപ്പോസ് എന്തെങ്കിലും ബേബിക്ക് വല്ല പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ അത് അറിയാനും, ഇനിയിപ്പോൾ അത് എന്തെങ്കിലും ഫേറ്റൽ പ്രോബ്ലംസ് മദറിന് ഉണ്ടാക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അബോർഷൻ ചെയ്യാനൊക്കെയാണ് അങ്ങനെ ഒരു സ്കാൻ ആ കറക്റ്റ് സമയത്ത് ചെയ്യണമെന്ന് പറയുന്നത്. മാക്സിമം നിങ്ങളുടെ കുഞ്ഞ് ഹെൽത്തി ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വേറെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു. കാരണം എല്ലാവർക്കും ഇത് വരണമെന്നില്ല, കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഉണ്ടാവുള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്കാനാണ് ഈ അനോമലി സ്കാൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതൊക്കെ കറക്റ്റ് സമയത്ത് വിസിറ്റിന് പോകണം, കറക്റ്റ് സമയത്ത് സ്കാൻ ചെയ്യണം എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, എല്ലാവരും പറയുന്ന പോലെ ഈ സമയത്ത് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹസ്ബൻഡിൻ്റെ കെയർ ആണ്. അപ്പം നിങ്ങളുടെ വൈഫ് പ്രഗ്നൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, അവർ പ്രത്യേകം കെയർ ചെയ്യുക, അവരെ ഹാപ്പി ആയിട്ട് എപ്പോഴും ഹാപ്പി ആയിട്ട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക.
എനിക്കറിയാം കൊറോണ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ലേഡീസിൽ കൊറോണ വന്നു കഴിഞ്ഞാൽ വൈകല്യം സംഭവിക്കുമോ കുഞ്ഞിന്, അല്ലെങ്കിൽ കുഞ്ഞിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമോ, അബോർഷൻ ആവുമോ, അങ്ങനെ ഒത്തിരി ഡൗട്ട്സ് നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. മോർട്ടാലിറ്റി റേറ്റ് ഭയങ്കര കുറവാണ് പ്രഗ്നൻ്റ് ലേഡീസിൽ. അതുപോലെ തന്നെ ഇത് ഒരിക്കലും ഒരു മൈൽഡ് സിംറ്റംസ് വന്ന് അങ്ങനെ പോവുകയാണ് ചെയ്യുക. സിവിയർ ആയിട്ടുള്ളൊരു സ്റ്റേജിലോട്ട് പോയിട്ടില്ല എന്നാണ് സ്റ്റഡീസൊക്കെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസ് കറക്റ്റായിട്ട് പാലിക്കുക, അത്രയേ ഉള്ളൂ. അത്രയും ചെയ്താൽ മതി. പിന്നെ എന്നിട്ടും നിങ്ങൾക്ക് വരുവാണെങ്കിലും നമുക്ക് പേടിക്കേണ്ട. നമ്മളുടെ ഗവൺമെൻറ് നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാവരും നമുക്കൊപ്പം ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ അതിജീവിക്കാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിൽ നിന്ന് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, ഹെൽത്തി ആയിട്ടിരിക്കുക. താങ്ക് യു.